Hi all. So today we'll be having the last session of research, and here we'll see about the analysis of qualitative data. So in the last class we saw about the analysis of quantitative data, which was relatively easy as the data provided was objective in nature. However, while analyzing the qualitative data, as we have a huge amount of data, it is very time consuming, it is detail oriented, and it is an overwhelming task. So qualitative detail നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ എക്സ്പ്ലനേഷൻസ് അല്ലേ. ഓരോ ചോദ്യങ്ങൾക്കും നമ്മൾ വർത്താനം പറയുന്ന പോലെയായിരിക്കും ആൾക്കാർ ഉത്തരം തരിക. സോ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാളിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ തന്നെ വി ഹാവ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ. അത് കാരണം തന്നെ ഇതിൻ്റെ അനാലിസിസ് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്, ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിങ് ആൻഡ് ഇറ്റ് ഇസ് ആൻ ഓവർവെൽമിങ് ടാസ്ക്. So the basic problems of analyzing qualitative data are: there are no universally accepted rules and methods for analysis of qualitative data. സോ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിൽ നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് കുറേ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ ഡേറ്റേനെയും കാറ്റഗറൈസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു. ഹവർ ഇൻ അനലൈസിങ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ ദർ ഇസ് നോ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് റൂൾസ് ആൻഡ് മെത്തേഡ്സ്, ആൻഡ് ഹെൻസ് ദർ ക്യാൻ ബി ഹൈ chances for researcher biases, and sometimes fresh researchers they may find it very difficult in order to analyze the qualitative data. There is lack of standard analysis methods and procedures for qualitative data. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡർഡൈസ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ അനാലിസിസ് മെത്തേഡ്സോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻ അനാലിസിസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. വോളിമിനസ് ഡേറ്റ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡേറ്റ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. ആ ഹ്യൂജ് ഡേറ്റേനെ വേർഡ് ബൈ വേർഡ് വായിച്ചിട്ട് വേണം ഇതിൻ്റെ അനാലിസിസ് നടത്താനായിട്ട്. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് ദ ലാസ്റ്റ് പ്രോബ്ലം ഇസ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ കനോട്ട് ബി കണ്ടൻസ്ഡ് ടു മച്ച് ലൈക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയുടെ സൈസ് കുറയ്ക്കാനായിട്ട് നമ്മൾ കോഡിങ് അല്ലെങ്കിൽ കാറ്റഗറൈസിങ് ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ ആ കോഡിങ്ങും കാറ്റഗറൈസിങ്ങും ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയുടെ അത്രയും നന്നായിട്ട് നടത്താനായിട്ട് പറ്റില്ല, ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. സോ ദീസ് ആർ ദ ബേസിക് പ്രോബ്ലംസ് ഇൻ അനലൈസിങ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. There are no universally accepted rules and methods for analysis of qualitative data. There is lack of standard analysis methods and procedures for qualitative data. The data is huge. Qualitative data cannot be condensed like quantitative data. Coming to the process of analysis of qualitative data, the various steps include comprehending. Comprehending എന്ന് പറയുമ്പോൾ early in the analysis process a qualitative researcher strives to make sense of the data and learn what is going on by reading the voluminous information collected in the qualitative research. കോംപ്രിഹെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് തന്നെയാണ് ഈ സ്റ്റെപ്പിൽ സംഭവിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് ഡേറ്റയുടെ അനാലിസിസിൻ്റെ ഏറ്റവും ആദ്യ ഭാഗത്ത് നമ്മൾക്ക് കിട്ടിയ വോളിമിനസ് ഡേറ്റേനെ റിസർച്ചർ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. എന്താണ് സംഭവിക്കുന്നത് എന്ന് ആ ഒരു വോളിമിനസ് ഡേറ്റ ഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. ദിസ് സ്റ്റെപ്പ് ഇസ് നോൺ ആസ് കോംപ്രിഹെൻഡിങ്. The next step is synthesizing. So synthesizing, it involves shifting of the data and putting pieces together. The researcher makes some generalized statements about the phenomenon and about the study participants. So പലയിടത്തായിട്ട് കിടക്കുന്ന ചിതറിക്കിടക്കുന്ന പീസസ് ഓഫ് ഡേറ്റേനെ ഒരുമിച്ച് കൂട്ടി വെച്ച് മീനിങ് ഫുൾ ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് സിന്തസൈസിങ്. ആൻഡ് ഇവിടെ റിസർച്ചർ ആ കിട്ടിയ ഡേറ്റയെ കുറിച്ച് അല്ലെങ്കിൽ ഫിനോമിനെ കുറിച്ച് ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. So the first step was comprehending, where the researcher tries to understand what is going on. In synthesizing, he puts the pieces together in order to find meaning to the data. The third step is theorizing. So theorizing involves a systematic sorting of the data. During theorizing process, the researcher develops alternative explanations of the phenomenon under the study and then analyzes those explanations to determine whether they fit with the data. So theorizing എന്ന് പറയുമ്പോൾ
സിസ്റ്റമാറ്റിക് ആയിട്ട് ഡേറ്റയെ ഒന്ന് സോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു തിയറി പോലെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ പോലെ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് തിയറൈസിങ്. സോ ഇവിടെ ഡെവലപ്പ് ചെയ്ത എക്സ്പ്ലനേഷന് ആ ഒരു ഫിനോമിനനായിട്ട് യോജിച്ച് പോകുന്നുണ്ടോ എന്നും കൂടെ നോക്കും. So that is about theorizing. It involves systematic sorting of the data. Here the researcher develops an alternative explanation to the phenomenon under the study, and he analyzes whether the explanation fits with the data. And the last step is recontextualizing. So it is a process that involves the further development of the theory such that its applicability to other setting or groups is explored. സോ നമ്മൾ ഉണ്ടാക്കിയ തിയറി അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ഫിനോമിനനെ ഒന്നും കൂടി അഴിച്ചു പണിത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് റീകോണ്ടെക്ച്വലൈസിങ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാമ്പിൾ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. സോ വേറൊരു ഏരിയയിൽ ചിലപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ അങ്ങനെ ജനറലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വേറെ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മളുടെ തിയറീനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യുന്ന സ്റ്റേജാണ് റീകോണ്ടെക്ച്വലൈസിങ്. So these are the various steps involved in the process of qualitative data. The steps are comprehending, where the researcher tries to understand what is going on; synthesizing, where the researcher puts the pieces together in order to find meaning to the data; theorizing, where the researcher develops an alternative explanation to the phenomenon; and recontextualizing, where there is further development of theory so that it can be applied in other situations also. Coming to the various steps of qualitative data analysis, the first step, just like quantitative data, is description of the study sample characteristics. So നമ്മളുടെ socio demographic പ്രൊഫൈലിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന stage ആണ് description of study sample characteristics, and it is very similar to that of ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. പെർസെൻറ്റേജും ഫ്രീക്വൻസിയും ഒക്കെ വെച്ച് നമ്മുടെ സ്റ്റഡി സാമ്പിളിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഓർഡറിങ് ആൻഡ് കോഡിങ് ഓഫ് ദ ഡേറ്റ, ആൻഡ് ദിസ് ഇസ് ബേസിക്കലി ഡൺ ഇൻ 2 ways. നമ്മൾക്ക് ഈ രണ്ട് വഴിയും ഓരോന്നായിട്ട് കാണാം. ദ ഫസ്റ്റ് ഇസ് അബൌട്ട് ഓർഡറിങ് ആൻഡ് കോഡിങ് ഓഫ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. സോ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൽ നിന്നും കിട്ടുന്ന ഡേറ്റയെ നമ്മൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ കോഡ് ചെയ്യുക എന്ന് കാണാം. അറ്റ് ഫസ്റ്റ്, ദ ബേസിക് സ്റ്റെപ്പ് ഇൻ ദ അനാലിസിസ് ഓഫ് ആൻസേഴ്സ് to open-ended questions is to list the answers of a sample of 20 to 25 informants as they were provided. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക 20 മുതൽ 25 ആൾക്കാരുടെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ്റെ റെസ്പോൺസിനെ ഒന്ന് എടുത്തെഴുതുക അല്ലെങ്കിൽ അതിനെ ഒന്ന് സോർട്ട് ചെയ്യുകയാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, read the answers carefully, remembering the purpose of the questions. സോ നമ്മളുടെ ആൻസേഴ്സിനെ എല്ലാം ഒന്ന് വ്യക്തമായിട്ട് വായിക്കുമ്പോൾ എന്തായിരുന്നു ചോദ്യം എന്നനുസൃതമായിട്ടായിരിക്കണം നമ്മൾ ഈ ആൻസേഴ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. The next step is make rough categories of answers that seem to belong together and code them with respective keywords. സോ നമ്മൾക്ക് ഈ 25 പേരിൽ നിന്നും കിട്ടിയ മൾട്ടിപ്പിൾ റെസ്പോൺസിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് ഓരോ കാറ്റഗറിയിലും അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുന്ന പ്രോസസ്സാണ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ലൈക്ക് ഒരാൾ പറയാണ് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, മറ്റേ ആൾ പറയാണ് എനിക്ക് ഡിപ്രഷനായിരുന്നു. സോ ഭയങ്കര വിഷമവും ഡിപ്രഷനും ഓൾമോസ്റ്റ് യോജിച്ച് പോകും അല്ലേ. അപ്പോൾ അതിനെ രണ്ടുപേരെയും ഫീലിംഗ് സാഡ് അല്ലെങ്കിൽ ഫീലിംഗ് ഡിപ്രസീവ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ റഫായിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ടാക്കുകയാണ് ദ തേർഡ് സ്റ്റെപ്പ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 20 മുതൽ 25 ആൾക്കാരുടെ ആൻസേഴ്സിനെ ഒന്ന് കൂട്ടി എഴുതാനായിട്ട് ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് അത് ഓരോന്നും കെയർഫുള്ളായിട്ട് വായിക്കും. And in the third step, we categorize them on the basis of rough guidelines. The next is list all the answers per code to get some 5 to 7 shortlists. സോ നമ്മൾ ഉണ്ടാക്കിയ കോഡ് അനുസരിച്ച് എല്ലാ ആൻസേഴ്സിനെയും ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യും. എന്നിട്ടൊരു 5 to 7 ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ ഈ കാറ്റഗറൈസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ഒരു 5 മുതൽ 7 വരെ ഷോർട്ട് ലിസ്റ്റ് കിട്ടുന്നോടം വരെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ക്യാരി ഓൺ ചെയ്യും.